ഒരു ക്യാരക്ടർ അത് കാരണം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ ആളുടെ വ്യൂസും പോയിന്റ്സും ആളുടെ മുന്നിലും ധൈര്യമായിട്ട് പറഞ്ഞ ആളാണ്. അഖിൽമാരാർ എന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫൈനാണ്. ബട്ട് അഖിൽമാരാർ എന്ന ആക്ടർ വരുന്ന സമയത്ത് ആ ആക്ടർ ഹോൾഡ് ചെയ്യുന്ന സ്വപ്നങ്ങളും ഡ്രീംസും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പുള്ളി റെസ്പെക്ട് ചെയ്യണം, അതിനെ പുള്ളി ശ്രദ്ധിക്കണമായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. പുള്ളി അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കെന്നും ബഹുമാനമാണ്. ഞാൻ ഒരുപാട്, കാരണം പുള്ളിയോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളി പറയുന്നത്. പ്രൊഡ്യൂസർ ഇപ്പം ഹാപ്പി ആണോ അതോ പൈസ കിട്ടിയോ? മുതൽ മുടക്കിന്റെ കിട്ടിയില്ല. കാരണം ഇതിൽ ഒരു സിനിമയുടെ ബിസിനസ്സിൽ നല്ലൊരു മെജോറിറ്റി വരുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് GCC കൺട്രീസിൽ. കാരണം GCCയിൽ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇവിടുത്തെ ഒരു ടിക്കറ്റിന് വരുന്നത് 160 രൂപയാണ്. GCC ഒരു ടിക്കറ്റിന് 100 ദിർഹംസാണ്, അതായത് 2200 രൂപയാണ്. അപ്പം ഇവിടുന്ന് ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർക്ക് കയറുന്ന 60 രൂപ 80 രൂപയാണ്. പക്ഷേ ഇതേ എമൗണ്ട് GCCയിലേക്ക് പോകുന്ന സമയത്ത് ഇത് 800-1000. അതായത് ഇവിടുന്ന് 10 പേരോ 15 പേരോ കാണുന്നതിന് സമമാണ് GCC ഒരാൾ കാണുന്നത്. ആ ബിസിനസിന്റെ വാല്യൂ അതാണ്. GCCയിലാണ് അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അവിടെ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോൾ എന്തൊരു പ്രശ്നമായി നിൽക്കുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രശ്നം കാരണം അത് ബ്ലോക്കായി നിൽക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞത് അഖിലേട്ടൻ. എന്നോട് പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞത് അഖിലേട്ടൻ്റെ സൈഡിൽ നിന്ന് വന്ന ഇതാണ്. മിക്കവാറും അത് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അഖിലുമായിട്ടുള്ള ഇഷ്യൂ കാരണം അവർ പറയുന്നുണ്ടായിരുന്നു.